ചിക്കൻ ഇച്ചിരി സാൻഡ്വിച്ച് ഉപ്പ്, നാരങ്ങ നീര്, ചിക്കൻ പിന്നെ 50 ഗ്രാം കുരുമുളക്, ഇത് മൂന്നും ഇട്ട് നമ്മൾ വേവിക്കണം ചിക്കനെ. ചിക്കൻ വേവിക്കുന്നത് പ്രഷർ കുക്കറിൽ ലിഡിടാതെയാണ്. ഇച്ചിരി ഉപ്പ്, നാരങ്ങ നീര്, അപ്പോൾ കുരുമുളക്. ലിഡിടാതെ വേവിക്കുമ്പോൾ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കധികം സമയം വേണ്ട, സമയലാകുന്നതാണ്. ചിക്കൻ വെന്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറച്ച് വൈറ്റ് ഓണിയൻ, കുറച്ച് ലെറ്റ്യൂസ്, ഓരോ ഹെർബ്സായ ബേസിൽ, ലേശം പപ്രിക്ക, നമുക്ക് വേണ്ടത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇച്ചിരി തൈം. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പിന്നെ ഇച്ചിരി ഉപ്പും മന്തി മസാലയും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒലീവ് ഓയിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ നമ്മൾ ഉടച്ചെടുക്കണം. ഈ കാണുന്ന പോലെ ഇച്ചിരി ഒലീവ് ഓയിലിൽ നമ്മൾ കുറച്ചിട്ട് ചൂടാക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ബട്ടർ, അതായത് അൺസോൾട്ടഡ് കുക്കിംഗ് ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഉള്ളി നന്നായി വഴഞ്ഞ് കിട്ടണം. എന്നിട്ട് ചിക്കൻ നമ്മളൊന്ന് ചിക്കി ചെറിയ പീസാക്കിയിട്ട് നമ്മളിതിലേക്ക് ഇടുന്നു. ഇത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുമെന്നാണ് നമ്മുടെ ചെയ്യേണ്ട കാര്യം. ഒരുമിച്ച് നന്നായിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വഴന്ന ശേഷം നമ്മളിതിലേക്ക് ഇടുന്നത് ബാക്കി സ്പൈസസാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളിത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ പെപ്രിക്ക, കുറച്ച് പെപ്രിക്ക പൊടി നമ്മളിങ്ങനെ വേറിയിടുകയാണ് ഗൈസ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇടുന്നത് ലേശം തൈം, വളരെ കുറച്ച് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഉപ്പൊന്നും ഇല്ലാത്ത ചിക്കനാണ്, അപ്പോൾ അത്. പിന്നെ അവസാനം നമ്മളിടുന്നത് ഇച്ചിരി ബേസിലാണ്. ബേസിൽ നമ്മൾ ലേശം ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മളിടുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മളിടുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ്. അത് വളരെ കുറച്ച്, കാരണം പെപ്രിക്ക ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ കുറച്ച്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കുറച്ച് ക്രീമി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഉപ്പും നമ്മൾ നോക്കിയിട്ട് ആവശ്യമനുസരിച്ചുള്ളത്. നമ്മൾ ക്രീമി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കുറച്ച് വൈറ്റ് ചീസാണ്, കുക്കിംഗ് ചീസ്. അതില്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് കുറച്ച് നോർമൽ ചീസ് എടുത്തിട്ട് അതിങ്ങനെ ചെറിയ പീസസ് ഒക്കെ ഇടുന്നു. ടേസ്റ്റിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മന്തി മസാലപ്പൊടിയും ഞാൻ ഇടുന്നുണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ ഫ്ലേവർഫുള്ളായി, നല്ല ബാലൻസ് ഓഫ് ഫ്ലേവേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മളതിട്ട് കുറച്ച് ഉപ്പ്